മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ 2021 എല്ലാവരുടെയും വാട്സപ്പിൽ ഒരു വീഡിയോ വൈറലായി. ഒരു യുവാവ് നടന്നു പോകുന്ന വീഡിയോ ആയിരുന്നത്. നടന്നു പോകുന്ന അവന്റെ കയ്യിൽ ഒരു പെൺകുട്ടിയുടെ അറുത്തെടുത്ത തലയുമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചത്. ആ യുവാവ് ആരായിരുന്നു? ഏതായിരുന്നു ആ പെൺകുട്ടി? എന്തിനായിരുന്നു ആ പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക്, കമന്റ് എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ഒരു കർഷക കുടുംബമായിരുന്നു സഞ്ജയിൻ്റെത്. കർഷകരാണെങ്കിലും സാമ്പത്തികമായി നല്ല നിലയിൽ ജീവിക്കുന്നവരായിരുന്നു. ശോഭ എന്നായിരുന്നു സഞ്ജയിന്റെ ഭാര്യയുടെ പേര്. അവർക്ക് സാങ്കേത് എന്നൊരു ആൺകുട്ടിയും കൃതി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. സാങ്കേത് +2 ഔറംഗാബാദിലുള്ള കോളേജിൽ പഠിക്കുകയായിരുന്നു. കൃതി ഔറംഗാബാദിൽ തന്നെയുള്ള ഒരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. സഞ്ജയിന്റെ കൃഷിപ്പണിയിൽ ഒഴിവു സമയങ്ങളിൽ കുട്ടികളും സഹായിക്കാറുണ്ടായിരുന്നു. കൃതി അവൾ പഠിക്കുന്ന കോളേജിലുള്ള കൈലാസ് പ്രജാപതി എന്നു പേരുള്ള ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. കൈലാസ് കൃതിയുടെ ഗ്രാമത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ തന്നെയായിരുന്നു താമസം. അങ്ങനെ 2021 ജൂണിന് രാവിലെ തൊട്ട് കൃതിയെ കാണാതാവുന്നു. വീട്ടുകാരും നാട്ടുകാരും അന്വേഷണം നടത്തിയെങ്കിലും കൃതിയെ കണ്ടെത്താനായില്ല. കൃതിയുടെ മിസ്സിംഗ് കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് പിന്നെയും കഴിഞ്ഞു. പക്ഷേ കൃതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും പോലീസിനും ലഭിച്ചില്ല. ദിവസങ്ങൾ ഒരുപാട് പിന്നെയും കടന്നുപോയി. അവസാനം ഒരു ദിവസം പോലീസിൽ നിന്നും സഞ്ജയിന് ഒരു കോൾ ലഭിച്ചു. കൃതി അടുത്ത ഗ്രാമത്തിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു ആ വിവരം. കൃതി അവളുടെ കാമുകനായിരുന്ന കൈലാസിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതായിരുന്നു. യാഥാസ്ഥിതികരായ കൃതിയുടെ കുടുംബത്തിന് ഇത് സഹിക്കാവുന്ന പറ്റുന്നതിലും അധികമായിരുന്നു. അടുത്ത ദിവസം തന്നെ കൃതിയുടെ പിതാവ് സഞ്ജയിനെയും കാണാതായി. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും കിട്ടിയില്ല. കുറച്ചു ദിവസത്തിന് ശേഷം സഞ്ജയ് തിരിച്ചു വന്നു. കൃതി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായ അപമാനം സഹിക്കാൻ പറ്റാതെയായിരുന്നു സഞ്ജയ് വീട് വിട്ടു പോയത്. പിന്നീട് കുറെ കാലത്തേക്ക് കൃതിയുമായി യാതൊരു ബന്ധവും സഞ്ജയിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. കൈലാസിന്റെ വീട്ടുകാരും കൃതിയെയും കൈലാസിനെയും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം കൈലാസിന്റെ വീട്ടുകാരും കൈലാസും കൃതിയുമായുള്ള പിണക്കങ്ങളെല്ലാം തീർത്തു. പിന്നീട് കൈലാസ് അവരുടെ വാടക വീട് ഉപേക്ഷിച്ച് സ്വന്തം കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നീടുള്ള ഇവരുടെ ജീവിതം വളരെ സന്തോഷപൂർണമായിരുന്നു. ഇതിനിടയ്ക്ക് കൃതി ഗർഭിണിയായി. കൈലാസിന്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവൾ സ്വന്തം മാതാവിന്റെ സാമീപ്യം ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം കൃതിയുടെ മാതാവ് കൃതിയെ കാണുവാൻ കൈലാസിന്റെ വീട്ടിൽ വന്നു. കൃതി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നത്. ഒരുപാട് കാലത്തിനു ശേഷം കണ്ടതുകൊണ്ടാവാം കൃതിയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. മകൾ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞപ്പോൾ ആ മാതാവിന് അവളെ കാണാതിരിക്കാനാവില്ലായിരുന്നു. അതുകൊണ്ടാണ് പിണക്കങ്ങളെല്ലാം മറന്ന് ശോഭ മകളായ കൃതിയെ കാണാൻ വന്നത്. പിതാവുമായുള്ള എല്ലാ പിണക്കങ്ങളും തീർത്ത് പിതാവിനെയും സഹോദരനെയും കൊണ്ട് ഇനിയും ആ വീട്ടിലേക്ക് വരുമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് അന്ന് ശോഭ കൃതിയോട് യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അങ്ങനെ 10 ദിവസത്തിന് ശേഷം, അതായത് 2021 ഡിസംബർ 6 കൃതിയുടെ മാതാവും സഹോദരനും കൃതിയെ കാണുവാൻ അവളുടെ വീട്ടിലേക്ക് വന്നു. അവർ വീട്ടിൽ വന്നപ്പോൾ കൃതിയും കൈലാസും മാത്രമായിരുന്നു ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. കൈലാസിന് പനിയായത് കാരണം അകത്തെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. സഹോദരൻ സംഗീതും അമ്മ ശോഭയും കൃതിയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അമ്മയ്ക്കും സഹോദരനും ചായ ഉണ്ടാക്കുവാനായി കൃതി അടുക്കളയിലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം കൃതിയുടെ നിലവിളിയാണ് കൈലാസ് കേട്ടത്. അകത്തു നിന്നും ഓടിയെത്തിയ കൈലാസ് കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. കയ്യിലുള്ള കത്തിയെടുത്ത് കൃതിയുടെ തല അറത്തു മാറ്റുകയായിരുന്നു സഹോദരനായ സംഗീത്. അമ്മയായ ശോഭ കൃതി കുതറി മാറാതിരിക്കാൻ അവളുടെ കാലുകൾ പിടിച്ചു വെക്കുകയായിരുന്നു. ഇത് കണ്ട കൈലാസ് കൃതിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സംഗീത് കൈലാസിനെയും ആക്രമിച്ചു. നിവൃത്തിയില്ലാതെ കൈലാസ് ഗ്രാമവാസികളെ വിളിക്കാൻ പുറത്തേക്ക് ഓടി. ഗ്രാമവാസികൾ ഓടിയെത്തുമ്പോൾ കണ്ടത് അറുത്തെടുത്ത തലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്ന സംഗീതിനെയാണ്. അവന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. കൃതിയുടെ തല മുറ്റത്ത് ഉപേക്ഷിച്ചതിനു ശേഷം സംഗീതും അമ്മയോടൊപ്പം ബൈക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അധികം താമസിയാതെ തന്നെ പോലീസ് കൃതിയുടെ അമ്മയെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു. കൃതിയെ കൊലപ്പെടുത്തുമ്പോൾ അവളുടെ സഹോദരന് പ്രായപൂർത്തി പോലും ആയില്ലായിരുന്നു. കൈലാസും കൃതിയും ഒരേ ജാതിയിൽപ്പെട്ടവർ ആയിരുന്നിട്ട് കൂടി അവരുടെ പ്രണയം മനസ്സിലാക്കാനും അംഗീകരിക്കാനും അവളുടെ കുടുംബത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം. കൃതി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞതോടുകൂടി കൃതിയുടെ വീട്ടുകാരുടെ പക കൂടുകയായിരുന്നു. ഈ കൊലപാതകത്തിൽ കൃതിയുടെ അച്ഛനും പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. പക്ഷേ തെളിവില്ലാത്തത് കാരണം അയാളെ വെറുതെ വിടുകയായിരുന്നു. ഈ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ്. ഈ ജീവിതകഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നത് മരണശിക്ഷ നൽകേണ്ട ഒരു കുറ്റമാണോ? സ്വന്തം സഹോദരന്റെ കൈകളാൽ മരണപ്പെടേണ്ടി വരുമെന്ന് കൃതി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകുമോ? ഒരുപാട് കാലത്തിന് ശേഷം അമ്മ വന്ന് കരഞ്ഞപ്പോൾ തന്നെ കൊല്ലാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് ആ സ്ത്രീ എന്ന് കൃതി എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക.
പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.